Hi friends, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വൈകിട്ടാണ് വീഡിയോ ഇട്ടത്. വേറെ ഒന്നുമല്ല, സ്റ്റോറേജൊക്കെ ഫുള്ളായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിമാണ് റെഡിയാക്കാൻ പോകുന്നത്. വളരെ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചിരിക്കുന്ന കല്ലുമ്മക്കായുടെ ഷെല്ലാണ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ ഉപയോഗം നമുക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഷെല്ലോ ഫ്ലവേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്ത്താണ്, എന്നാലും ഫുള്ളായിട്ട് കാണണം. കാരണം കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതൊക്കെ 2 കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമില്ല, ഒന്നാമത്തെ കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പോയിട്ട് ക്രിയേറ്റീവ് മലയാളം എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുവഴി ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ പോസ്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ വഴിയേ ഇടുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചില വീഡിയോസിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ചില വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷൻ തനിയെ ഓഫായി കിടക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും അല്ല, ചില വീഡിയോസിൻ്റെ മാത്രം എന്താണെന്നറിയില്ല തനിയെ ഓഫായി കിടക്കുന്നതാണ്. അപ്പോൾ അതിൽ വല്ല ഡൗട്ട്സ് എങ്ങനെ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്കോ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അത് നിങ്ങൾക്ക് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്രിയേറ്റീവ് മലയാളം എന്ന് വെച്ചാൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് മാർക്കിങ്സ് എന്ന് വെച്ചാൽ. ഇതിലിപ്പോൾ 2 സ്ക്വയേഴ്സ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിൽ വലിയ സ്ക്വയറിൻ്റെ ആ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ, ഫുള്ള് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 18 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 18 സെൻറ്റിമീറ്റർ ആണ് വലിയ സ്ക്വയറിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി ആ വലിയ സ്ക്വയറിൻ്റെ സൈഡ്സിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അടിയിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ എല്ലാ സൈഡിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അടിയിലേക്ക് ഇറക്കിയിട്ട് ചെറിയൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു 12 സെൻറ്റിമീറ്റർ ആണ് ചെറിയ സ്ക്വയറിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്താണോ ആവശ്യത്തിന് എടുക്കേണ്ടത് അത്രയ്ക്ക് ലെങ്ത്ത് ഇത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഇത്ര ലെങ്ത്ത് ആവശ്യമുള്ളൂ, അപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ സ്ക്വയറിന് 12 സെൻറ്റിമീറ്ററും ടോട്ടൽ വലുതിന് ഫുള്ളും 18 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെറിയ സ്ക്വയറിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ചെറുത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വലുതിനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ സ്ക്വയറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു മോഡലായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി തോന്നിക്കാൻ വേണ്ടി, കാർഡ്ബോർഡ് ആണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ടിഷ്യൂ പേപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളവും ഗ്ലൂവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം വെള്ളമായാലും കുഴപ്പമില്ല, കാരണം ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് തന്നെ അതിൽ സ്റ്റിക്ക് ആയിക്കോളും. എന്നിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം ടിഷ്യൂ പേപ്പർ കവർ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല, ബാക്കൊന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ. ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ കറക്റ്റ് സൈസിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ബ്രഷ് യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാലും ചെയ്യാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല വെള്ള കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആക്രിലിക് കളർ ബ്ലാക്കാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ബ്ലൂ ആയാലും റെഡ് ആയാലും ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ഫുള്ള് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തോളും. അപ്പോൾ ഇതുപോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക, 2 വശത്തും അടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കുക, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി അടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഒരു മിനിറ്റോളം ഒന്ന് ഡ്രൈ ആക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്രെയിം മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഫോട്ടോ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു കാർഡ്ബോർഡും കൂടി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെറിയ കുഞ്ഞു കാർഡ്ബോർഡ്സിൻ്റെ പീസസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ചെറിയൊരു സ്പേസ് കിട്ടാനായിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു കാർഡ്ബോർഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോള് കാണാം. ആ ഹോളിൽ കൂടി നമുക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ട് നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം അടിപൊളിയായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിലേക്ക് ഇനി ഷെല്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എടുത്തിരിക്കുന്ന ഗം എന്ന് പറഞ്ഞാൽ ഫെവി ബോണ്ടാണ് കേട്ടോ. എപ്പോഴും ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഓരോ ഷെല്ലും നമുക്ക് ഇഷ്ടത്തിന് ഡിസൈൻസിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലാണ് നമുക്ക് ഷെല്ല് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു റീയൂസും കൂടി ആയിക്കോളും, വെറുതെ ഷെല്ല് കളയണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കയുടെ ഇത്തളായാലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ ഒന്ന് ഇത്തിരി റീസൈക്ലിംഗ് ഒക്കെ ആയിട്ട് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഡിസൈൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഡിസൈൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഇതിന് ഫുള്ളും ബ്ലാക്ക് കവർ ചെയ്യണം. വേറൊരു ഐഡിയ ചെയ്യാനായിട്ടാണ് കേട്ടോ ഫുള്ളും ബ്ലാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളും ബ്ലാക്ക് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കുക. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോൾ ചെറിയൊരു പണിയുണ്ട്. നമ്മുടെ പേൾ മെറ്റാലിക് ഗോൾഡൻ ഇല്ലേ, അതെടുക്കുക. എന്നിട്ട് ബ്ലാക്കിന് മാച്ച് ഇപ്പോൾ അതാണ് കേട്ടോ. ഗോൾഡ് എടുത്തിട്ട് അത് കുറച്ച് നമ്മുടെ കയ്യിലാക്കുക. ബ്രഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കയ്യിലാക്കിയാൽ മതി. ഇനി ഇത് നമ്മുടെ ഷെല്ലിൻ്റെ ഓരോ എഡ്ജസിലും തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ആൻറ്റിക്യൂ മോഡലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ഫുള്ളും ഇങ്ങനെ തന്നെ സ്പ്രെഡ് ചെയ്ത് ഷെയ്ഡ് കൊടുത്താൽ മതി. ഫുള്ളും കവർ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഫുള്ള് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളും അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ആൻറ്റീക്ക് മോഡലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ ഫോട്ടോ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ സെയിം മോഡൽ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളർ ഏകദേശം ഒരു അക്വാ ബ്ലൂ കളറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു വാൾ ഹാങ്ങിങ് എന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഫോട്ടോ ഫ്രെയിം ആക്കുകയാണെങ്കിൽ ആക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഇതുപോലെ കാർഡ്ബോർഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ഇതും ഞാനിപ്പോൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കളർ വേറെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതും കുഴപ്പമില്ല, അത്യാവശ്യം. അപ്പോൾ നമുക്ക് ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ്ങും റെഡിയാക്കാം കേട്ടോ.
അപ്പോൾ ഞാനിനി ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫംഗസ് കയറാൻ ചാൻസ് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. പറയുന്നത് വേറൊരു ഐഡിയ പറയുന്നത് നമ്മുടെ പഴയ നോട്ട്ബുക്കൊക്കെ ഇല്ലേ, 200 പേജിൻ്റെ അല്ലെങ്കിൽ 100 പേജിൻ്റെ ഒക്കെ നോട്ട്സിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടിട്ടില്ല, നല്ല അടിപൊളി സീനറീസൊക്കെയാണ്. അപ്പോൾ ക്യാമലിൻ്റെ ക്ലാസ് പേരൊക്കെ നല്ല അടിപൊളി സീനറീസൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ എഴുത്തൊക്കെ ഇല്ലാത്ത ആ ഒരു ഫോട്ടോസ് സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ ആ ഹോളിനുള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് വേറെ ഫോട്ടോ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കുറേ പഴയ ബുക്സൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എഴുത്തൊന്നും അതിൽ വന്നിട്ടില്ല, കണ്ടില്ലേ, എഴുത്തൊന്നും വന്നിട്ടില്ല. ഇതന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം, ഒന്ന് ചാരി വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാൻ മതി കേട്ടോ. ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഉണങ്ങിയ ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പാടര വരും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫോട്ടോ ഫ്രെയിമാണിത്, അതും വേസ്റ്റ് മെറ്റീരിയൽസ്. പിന്നെ ഒരു കാര്യം കാണിച്ചത്, ഇതിപ്പോൾ ഞാനിപ്പോൾ വെറുതെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ഫ്ലവർ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മുമ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം, അടിപൊളി വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി, അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് മാത്രമല്ല ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല വിളിച്ചിട്ടുണ്ട്, ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമൻറ്റായിട്ട് എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി ഇതുപോലെ ചെയ്യുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.